കപ്പയും മീൻ മുളകിട്ടതും. ഞാനിന്ന് ഇതാണ് ട്രൈ ചെയ്യുന്നത്. ആദ്യം തന്നെ വേണ്ടുന്ന കുറച്ച് കപ്പ എടുത്ത് പോയിക്കാൻ വെക്കുക. കപ്പക്ക് വേണ്ടുന്ന അരപ്പ് നമുക്ക് ഉണ്ടാക്കാം ആ സമയം കൊണ്ട്. 1 കപ്പ് തേങ്ങ, 2-3 ചെറിയ ഉള്ളി, ഒരു പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ക്രഷ് ചെയ്യാനേ പാടുള്ളൂ. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം എന്നോട് ഇടാൻ വിട്ടുപോയതാണ്. വേവിച്ച കപ്പ നമ്മൾ വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച അരപ്പ് ചേർക്കുക. കുറച്ച് കറിവേപ്പില ചേർക്കുക, കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുക. നല്ലോണം മിക്സ് ചെയ്യുക. ചൂട് മാറുന്നതിന് മുമ്പേ നല്ലോണം ഇത് ഇടിച്ചെടുക്കണം. ഇടിച്ചിട്ടില്ലെങ്കിൽ അത് ഹാർഡായി പോകും. കപ്പ പൊടിഞ്ഞിട്ടുണ്ട്. അതിന് പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. ചൂടായതിന് ശേഷം കുറച്ച് കടുകും പിന്നെ വറ്റൽ മുളകും ഇടുക. ചുവന്ന മുളക് വാടിയതിന് ശേഷം കുറച്ച് ചെറിയുള്ളി ഇടുക. ബ്രൗൺ കളറായിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. നേരെ കപ്പയിലേക്ക് ആക്കി കൊടുക്കും. നല്ലോണം മിക്സ് ചെയ്യാം. ഇപ്പോൾ കപ്പ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻകറി എങ്ങനെയാണെന്ന് നോക്കാം ഉണ്ടാക്കുന്നത്. മീൻകറിക്ക് വേണ്ടുന്നത് ചെറിയ ഉള്ളി, ഇത് സവാളയാലും സാരമില്ല. ചെറിയ ഉള്ളി ഒരു 5-10 എണ്ണം ചെറുങ്ങനെ കട്ട് ചെയ്തത്, പച്ചമുളക്, വലിയ തക്കാളിയാണെന്ന് ഒരു 1/2 കഷ്ണം തക്കാളി, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ താളിക്കാൻ വേണ്ടിയിട്ട് ഉലുവ. ഞാൻ 400 ഗ്രാം മത്തിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നല്ല കഷ്ണാക്കിയിട്ട് മഞ്ഞളും മുളകും ഉപ്പും ചേർത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട്. സ്റ്റൗവിൽ ചൂടായ ചട്ടിയിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടായ എണ്ണയിലേക്ക് കുറച്ച് ഉലുവ ഇടുക. ഉലുവ മൂത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 2 പച്ചമുളക്, പിന്നെ ഇഞ്ചി ചെറുതായിട്ട് കട്ട് വെച്ച അത് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉള്ളി ഏകദേശം വാടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്യും. കാശ്മീരി ചില്ലി ചേർക്കുന്നത് ഒരു സ്മെല്ലിനും കളറിനും വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണ മുളക് പൊടി ഇല്ലാതെ അധികം ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര എരിവായി പോകും. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാശ്മീരി ചില്ലി ചേർക്കുന്നത്. അതൊന്നും അതിൻ്റെ മണവും വരും നല്ലോണം. ഇതിൽ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇടുക. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് ചെറിയ തീയിൽ തക്കാളി നല്ലോണം ഒന്ന് വെന്ത് വരുന്നവരെ അടച്ചു വെച്ച് പോയിക്കുക. 2-3 മിനിറ്റ് കൊണ്ട് അത് വേവും. നമുക്ക് തുറന്നു നോക്കാം. ഇത് നല്ലോണം വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1 ടീസ്പൂൺ മല്ലിപ്പൊടി, നമ്മളെ എരിവുള്ള മുളക് പൊടി 1 ടേബിൾ സ്പൂൺ. നല്ലോണം ഇളക്കുക. പൊടീൻ്റെ പച്ചമണം മാറുന്നവരെ ഇങ്ങനെ ഇതിൻ്റെ ഒന്ന് ഇളക്കി ഇതാണ്. കുതിർത്ത് വെച്ച പുളിയെടുത്ത് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ചേർക്കുക. ഞാനൊരു ലഡുവിൻ്റെ വണ്ണത്തിലുള്ള പുളിയാണ് എടുത്തത്. ഒന്നും കൂടി നല്ലോണം മിക്സ് ചെയ്യാം. ഇതിനകത്തേക്ക് ഒരു 3 കപ്പ് വെള്ളം കൂടി ചേർക്കുക. അപ്പം നമ്മൾ ആദ്യം എടുത്ത 1 കപ്പും കൂടിയിട്ട് 4 കപ്പായി വെള്ളം. കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് തിളക്കാൻ വെക്കുക, അടച്ച് വെച്ചിട്ട്. തുറന്നു നോക്കാം. നല്ലോണം തിളക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മീൻ ചേർത്ത് കൊടുക്കും. നല്ലോണം ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നല്ലോണം വേവാൻ വെക്കും, അടച്ചു വെച്ചിട്ട്. നമുക്ക് തുറന്നു നോക്കാം. നല്ലോണം തിളച്ച് എണ്ണയെല്ലാം പൊന്തി വന്നിട്ടുണ്ട്, മീൻ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തീ ഓഫാക്കാം. എന്നിട്ട് ഇതിൽ കുറച്ച് വെളുത്തുള്ളി ഞാൻ ആദ്യം ചതച്ച് വെച്ചത് ചേർക്കുക. കുറച്ച് കറിവേപ്പില ചേർക്കുക. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ചേർക്കുക. എന്നിട്ട് അടച്ച് അപ്പം മീൻകറി റെഡിയായി. കപ്പയും മീൻ മുളകിട്ടത്. ഇത് ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കിയതാണ്. എങ്ങനെയുണ്ട് നോക്കുക, ഉണ്ടാക്കി നോക്കുക. നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വറ്റും വെള്ളവും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.